ശരിക്കും ഈ പ്രേതങ്ങളുള്ള വീടുകൾ ഉണ്ടാകുമോ? കാഞ്ചറിംഗ് സിനിമയിലെ പോലെ. എന്നാൽ അങ്ങനെ ഒരു വീട് സ്കോട്ട്ലൻഡിലുണ്ട്. ഇൻവെർനസിലുള്ള ബോൾസ്കിൻ ഹൗസ്. ലോക പ്രസിദ്ധ ഒക്കൾട്ടിസ്റ്റ് ആയിരുന്ന, അതായത് നിഗൂഢ രഹസ്യങ്ങളെ കുറിച്ച് പഠിക്കുകയും അതൊക്കെ അഭ്യസിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്ന അലിസ്റ്റർ ക്രോളിയുടെ വീടാണിത്. പണ്ട് കത്തി നശിപ്പിക്കപ്പെട്ട പള്ളിയുടെ അവശിഷ്ടങ്ങളുടെ പുറത്താണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നത്. പണ്ട് 10-ാം നൂറ്റാണ്ടിൽ ഒരു കുർബാന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പള്ളിയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും തന്നെ വെന്ത് മരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സംഭവത്തോടു കൂടി ഈ ഒരു പ്രദേശം ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നാട്ടുകാർ കരുതുന്നത്. അങ്ങനെ ഒരു ദുരൂഹ മരണം നടന്ന സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഈ അലിസ്റ്റർ ക്രോളി പ്രത്യേക ആചാരങ്ങളും ക്രിയകളും നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. 1899 അബ്രമെലിൻ എന്ന് പറയുന്ന ദുഷ്ടാത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ഒരു മന്ത്രപ്രയോഗം നീണ്ട 6 മാസ കാലയളവിലേക്ക് ഇദ്ദേഹം നടത്തുകയുണ്ടായി. എന്നാൽ കാലാവധി പൂർത്തിയാക്കാതെ അദ്ദേഹത്തിന് പെട്ടെന്ന് അത്യാവശ്യമായി പാരീസിലേക്ക് പോകേണ്ടി വരികയും വിളിച്ചു വരുത്തിയ ആത്മാക്കളെ തിരിച്ചു പറഞ്ഞയക്കാത്തതിനാൽ അവരെല്ലാരും തന്നെ ആ വീട്ടിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ബോൾസ്കിൻ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ വീടിന് ചുറ്റും താമസിച്ചിരുന്ന മറ്റു വീട്ടുകാർ തല ഉരുളുന്ന പോലെയുള്ള ശബ്ദം ഈ വീട്ടിൽ നിന്ന് കേൾക്കുന്നതായും, ബോൾസ്കിൻ ഹൗസ് വൃത്തിയാക്കാൻ വന്ന ജോലിക്കാരൻ പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറി ഭാര്യയെ കൊല്ലാൻ ശ്രമിക്കുകയും, പിന്നീട് ഈ വീടിന്റെ ഉടമസ്ഥാവകാശം മാറിയ മുതലാളിയുടെ 2 മക്കളും ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ മരണപ്പെടുന്നു. 2015-ലും 2019-ലും അപ്രതീക്ഷിതമായ തീപിടുത്തമുണ്ടായി 60% ഈ വീടിന്റെ ഭാഗവും കത്തിയമരുന്നു. പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം അന്വേഷണത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും പേരിൽ ഈ വീട് അടച്ചിടുന്നു. പിന്നീട് തുറക്കുന്നത് 2026 ഏപ്രിലാണ്. ശാസ്ത്രീയമായിട്ട് ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇത്തരം കഥകൾ വളരെ പ്രസിദ്ധമായതിനാൽ ബോൾസ്കിൻ ഹൗസ് കാണാനായിട്ട് എത്തുന്നവർ നിരവധിയാണ്.